അല്ല നിങ്ങളെ ഫോട്ടോ എടുക്കൽ ഇന്ന് കഴിയോ? കുറച്ച് നേരമായല്ലോ നിങ്ങള് എന്ത് മാക്സിപ്പങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നതിലേക്ക് ചടങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. വേദിയിൽ ഇവിടെ മൂക്കുത്തിപ്പങ്ങൾ മാക്സിപ്പങ്ങളുടെ വയറ്റുന്നോക്കല്ലേ എന്താണ് വെഡിങ് ആനിവേഴ്സറി ആണ്. നമ്മളെ ഐഷുമ്യൊക്കെ വണ്ടിയിൽ റെഡി ആയി നല്ല ചുറ്റിക്കുത്തൊക്കെ പോകുന്നില്ല. അൻഷിഫിന്റെ യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും സ്വർഗം കൊടുക്കണേ പടച്ചവനെ എന്ന് പറഞ്ഞാണ്ട് ദുആ ചെയ്യണം. ഓക്കെ കിട്ടൂലേ? എല്ലാവർക്കും കിട്ടും. ജാബിറിനും ബാബുവിനൊക്കെ കിട്ടും. ബാബു അസ്സലാമലൈക്കും. ഞാൻ അൻഷിഫിന്റെ കുടുംബക്കാരൊപ്പം പോവുകയാണ്. റബ്ബുല്ലാലമീനായ തമ്പുരാനെ ഇവന്റെ കാലൊടിഞ്ഞ് കിടക്കാണ്. എന്നിട്ട് ഇപ്പം കാലോ നിലത്ത് കുത്തണില്ല, കാരണം ചെരുപ്പ് ഇട്ടിക്കണല്ലോ. ഒന്നും പറയല്ല, അടിപൊളി ഗംഭീരം. എന്താ കുറവ് വിളിച്ച പറഞ്ഞോളിട്ടോ. ഒട്ടംകളിയാണ്. ഹലോ ഗായ്സ്, എന്താണ് ഞങ്ങളെ ഇന്ന് സ്പെഷ്യൽ? പൊറാട്ട, ഐക്ക് കിഴങ്ങ് കറി, ഓക്ക് പൊറാട്ടല്ലേ എന്തെങ്കിലും വൈകുന്നേരം വരെ ഒക്കെ ഒന്നും വേണ്ടെന്നായിരുന്നു. പൊറാട്ട നിക്കണേ പറഞ്ഞേ, റിച്ച് ഫുഡല്ലേ പൊറാട്ട. അതല്ല, എന്താ നിങ്ങളെ പരിപാടി? ഉച്ചക്കൊക്കെ എന്താ കൂട്ടാന്? ഉണക്കമീന്. വിരുന്നാര് വന്നിട്ടോ? ഉണക്കമീൻ കിട്ടാത്ത സാധനമാണ്. ഉണക്കമീൻ കിട്ടാത്ത സാധനമാണ്. ഞാൻ എന്താ അറിയോ, ഇനി നമ്മള് ഉച്ചിരിഞ്ഞ് നമ്മള് പോവൂലേ? ഇന്നല്ലേ നമ്മളെ ട്രിപ്പ്. മറന്നിട്ടില്ല, കാലത്ത് കൂട്ടി നിക്ക. അല്ല, ഞാൻ മറക്കാം. ഉച്ചിരിഞ്ഞാ പോവില്ല. ഇതോളെ ആട്ടിട്ടാണ് കറങ്ങണെന്നുള്ള രീതിയിലാവോളെ ആണോ കേട്ടോ. ടിഷക്ക് എന്താ പവറില്. അവിടെ 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 ഒരാളെ മൂക്കണ്ടല്ലേ, മൂക്ക് ചീച്ചിലയക്കണേ. ടിഷുമ്മ എന്താ അപ്പൊ അത് ക്ലീൻ ചെയ്താണ് ഒരമ്പിടാണല്ലേ. എന്തിനാ അതിന്റെ ആവശ്യം? എടി, ഒരു വൃത്തി വെടുപ്പില്ല ആൾക്കാർക്ക് നല്ലൊരു കല്യാണക്കാര് ശരിയാവുള്ളൂ. നല്ലൊരു കല്യാണക്കാര് ശരിയാവണമെന്നുണ്ടെങ്കിലേ എനിക്കറിയാം, നല്ലൊരു കല്യാണക്കാരും കൂട്ടരൊക്കെ വരണമെന്നുണ്ടെങ്കിൽ വൃത്തിയും വെടിപ്പും വേണം. ഈ മൂക്കൊക്കെ പാടെ വൃത്തിയേടാക്കി നടന്നാൽ ശ്വാസം കിട്ടൂല. ഉണ്ടാക്കിയിട്ട് കേട്ടേ, അത് ഞങ്ങൾക്കൊക്കെ അറിയാം എനക്കൊരു കൊരയില്ലാന്ന്. മനസ്സിലായോ? എന്റെ ഐഡിയ നിർത്തിക്കളാ ടിഷുമ്മ കേട്ടോക്കെ, എന്റെ ഐഡിയ നിർത്തിക്കളാട്ടോ. അപ്പൊ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാമോ സോനിയോ? അതെ, നമ്മളെല്ലാരും എങ്ങോട്ട് പോവാണ്? ഫാമിലി ട്രിപ്പ് പോവാണ്. ഫുള്ള് അടിച്ച് പൊളിക്കാൻ വേണ്ടിട്ട് പോവാണ്. സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി കുളിക്കാൻ വേണ്ടിട്ട് പോകുന്നില്ല. ടെറഫൊക്കെ ഉണ്ട്, പക്ഷെ കളിക്കാൻ പറ്റൂല, കാരണം തല മിന്നും. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മളെ ഇതാക്കണേ. നമ്മളെ ഐഷുമ്യൊക്കെ വണ്ടിയിൽ റെഡി ആയി നല്ല ചുറ്റിക്കുത്തൊക്കെ പോകുന്നില്ല. എന്ത് ഇതാ മനസ്സാ പോണേ, ഇതാ അപ്പൊ അത്ര പേടുണ്ട് നിങ്ങൾ ഇറങ്ങിക്കളി. ഇതെന്താണ് ഇറച്ചിയും പുളിയൊക്കെ വെച്ചിക്കണോ? വലിയ പരിപാടിയാ. എടാ എന്താണ് ഇത്? ഗിയറിലല്ലല്ലോ ഇത്. പിന്നെന്താ, വണ്ടി പോകണ്ടല്ലോ.
എടുക്ക് അങ്ങോട്ടെടുക്ക് ജോലമ്മ. അപ്പൊ ഗൈസ് അങ്ങനെ ഓട്ടോറിക്ഷ ഇങ്ങനെ ബാക്കൊക്കെ പോയിട്ട് ഇമ്മ ആകെ കാളിക്കണേ. എന്താ അത്ര ഇനി പോവില്ല ഇനി പോവില്ല. ഇവര് ഇത്ര അല്പല്ലേ ചെറിയൊരു വെള്ളാരം കല്ലുകൊണ്ടെന്ന് വെച്ചു. എന്തിനാണ് പറയുന്നത് ഇബ്രാഹിം? അല്ലോ എങ്ങോട്ട് പോണേ നമ്മള്? അങ്ങോട്ട് നോക്കി പറ. അപ്പൊ ഗൈസ് ഇത് നമ്മുടെ മൂക്കുത്തിപ്പെങ്ങളെ രണ്ടാമത്തെ കുട്ടിയാണ്. അവിടെ ഷിലു എവിടെ? ഷിലുവാ ഒന്നാമത്തെ കുട്ടീനെ കാണിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് ബാഡി കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് സീലു. അപ്പൊ സീലുവും അല്ലും നമ്മളെ മൂക്കുത്തിപ്പെങ്ങളെ രണ്ട് കുട്ടികളാണ്, പെൺകിടാങ്ങളാണ്. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടല്ല എൻ്റെ അപ്പാനോട് പറയല്ലേ? ചാനൽ അങ്ങോട്ട് വരി, നിങ്ങളെ കുറവ് ഞാൻ ശരിയായി തരാം കേട്ടോ. നിങ്ങളൊക്കെ വളർന്നു വരുന്ന യുവ തലമുറയാണ്, ജൻസി പിള്ളേരാണ്. ആണ് പറഞ്ഞു കൊടുക്കേ. ഇപ്പച്ചിനോട് പറയാം ഞങ്ങള് ടൂർ പോകാണ് പറ. ഐക്കോക്കി പറ, ഐക്കോക്കി പറ. ഇപ്പച്ചി ഞങ്ങള് ടൂർ പോകണേ. ബലപ്പച്ചി ഗൾഫിലാണേ. അപ്പൊ അവിടുന്ന് വ്ളോഗൊക്കെ കാണുമ്പോ ബലൊക്കെ കാണാൻ പുതിയാകുമ്പോ വ്ളോഗാണ് കാണല്. ശിലു പറഞ്ഞ ഐക്കോക്കി പറ, ഐക്കോക്കി പറ, തൊള്ള പറഞ്ഞാൽ പറ. ഇപ്പച്ചി ഞങ്ങള് ടൂർ പോകണേ. അതിന് കുറവായിട്ടെതിരാണ്. അല്ലെങ്കിൽ ചൊക്കെ 4 തൊള്ളയിക്കാരല്ലോ ആ കുട്ടികളോടൊക്കെ ആണെങ്കില്. ആ ഓള് ഇവിടെ ഇങ്ങനെ അറിയണ ചെറിയ പൈതങ്ങളോട് ഇങ്ങനെ മെയിനാൻ തിരക്കണില്ല അല്ലേ സീലോ? അങ്ങനെ ആയിരുന്നു കേട്ടോ. എല്ലാരോടും വർത്താനം പറയണം കേട്ടോ. മുണ്ടാപ്പൂച്ച അല്ല എല്ലാരോടും മുണ്ടൂലേ? ആ കൊടുത്തോളും. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളെല്ലാവരും പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ എന്താ മൂനിക്കൽ തറവാട്ടിലെ മൂത്ത സന്തതി, തലമൂത്ത സന്തതി ശ്രീ ആയിഷുമ്മ ഉണ്ട് വേദിയിൽ. എന്താണ് വല്യമ്മ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നും പറയല്ലോ. ഒന്നും പറയല്ല. അതാണ് വല്യമ്മ. വല്യമ്മാന്റെ നിങ്ങൾക്ക് അറിയില്ലേ? വല്യമ്മ അത് കിട്ടിയിട്ടില്ലേ? വല്ലാതെ അല്ല കേട്ടോ വല്യമ്മക്ക് പെർഫോമൻസിന് വളരെ വീക്കാണ്. അപ്പൊ എന്താ കൊണ്ടേ കൊടുക്കാഞ്ഞ്? കിട്ടൂല അതാ തോന്നണോ? അതിന് നിങ്ങളെന്താണ് ക്യാമറ വരുമ്പോ അങ്ങനെ ചും പറയാല്ലോ ഞാൻ ഒന്നും മുണ്ടൂല പറഞ്ഞ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് മുതലാവണ്? പല്ലില്ല നിങ്ങൾ നാവോണ്ടല്ലോ വർത്താനം പറയണേ. നിങ്ങൾക്ക് വേണ്ടിട്ട് കുറെ ആൾക്കാരോട് ദുആ ചെയ്യാൻ പറയുന്നത്. എല്ലാവരും ദുആ ചെയ്തു തരാം. ഓലോട് നിങ്ങൾക്ക് എന്താ പറയാല്ലേ? ഓലോട് നന്ദി പറയാ. ഓൽക്കും വേണ്ടിട്ട് നിങ്ങളും ദുആർക്കുക. എന്താ നിങ്ങൾ ദുആർക്കല്? അൻഷിഫിന്റെ യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും സ്വർഗം കൊടുക്കണേ പടച്ചവനെ എന്ന് പറഞ്ഞാണ്ട് ദുആ ചെയ്യണം. ഓക്കെ കേട്ടോ? ആരും പ്രാർത്ഥന സ്വീകരിക്കാൻ പറ്റൂല. ഇനി കുറെ സബ്സ്ക്രൈബേഴ്സ് അല്ലെ ഇപ്പൊ ഇജ്ജർ പറയുമ്പോഴത്തേന് പടച്ചോന അങ്ങനെയൊന്നുമില്ല. അല്ലെ വല്യമ്മ പറഞ്ഞാലും കേൾക്കും, ഞാൻ പറഞ്ഞാലും കേൾക്കും. പടച്ചോന അങ്ങനെ ഇന്ന ആള് പറയണം, മൂല്യന്മാരന് പറയണമെന്നൊന്നുമില്ല. പല ആൾക്കാരും ദുആ സ്വീകരിക്കും. ഇവിടെ കുറെ ടീം ഒരുങ്ങുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതൊക്കെ നമ്മളെ വണ്ടൂരത്തെ ഉമ്മ ഉണ്ട് കേട്ടോ ഇവിടെ. ഉമ്മ അങ്ങോട്ടേക്ക് ദസറലേക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ നിങ്ങളെ. അപ്പൊ ഇത് നമ്മളെ ബ്ലോഗ് കാണുന്നവർക്കൊക്കെ അറിയാം. ബ്ലോഗ് കാണാത്തവരോടാണ് പറയണത്. ഇത് നമ്മളെ വണ്ടൂരത്തെ ഉമ്മയാണ്, അതായത് മൂക്കുത്തിപ്പെങ്ങളെ ഉമ്മ. അവിടുത്തെ മോളെ കെട്ടിച്ചു കൊടുത്തത്തെ ഉമ്മയാണ് ഇത് അല്ലേ? എന്തമ്മ ജാസറിനോട് പറഞ്ഞേ ഞങ്ങള് ട്രിപ്പ് പോവാണ് ജാസറെ പറയേ. ജാസറെ ഞങ്ങൾ അൻഷിഫിന്റെ ഒപ്പം ട്രിപ്പ് പോവുകയാണ്. ഗൾഫിൽ നിന്ന് അത് കാണാ. ഇവിടെ റിസോർട്ട് പോവാണ് പറയേ. പറഞ്ഞിട്ടില്ലേ? എന്നതില് പറഞ്ഞേ. ബാബുവിനോട് പറഞ്ഞ കിട്ടൂലേ? ആ എല്ലാവർക്കും കിട്ടും. ജാബിറിനും ബാബുവിനൊക്കെ കിട്ടും. ബാബു അസ്സലാമലൈക്കും. ഞാൻ അൻഷിഫിന്റെ കുടുംബക്കാരൊപ്പം പോവുകയാണ്. ട്രിപ്പ് പോവുകയാണ്. ജാബിറെ നാളെ വരാറേ. നാളെ വരുമ്പോ അൻഷിതാന്റെ പോലപ്പം ട്രിപ്പ് പോവുകയാണ്. സെറ്റ് സെറ്റ്. ഇവിടെ ഇവിടെ മണ്ടയ്ക്ക കുത്തും അതേപോലെ ആക്കണം. പിന്നെ ഇതെന്താണ്? ഇതൊക്കെ കുഞ്ഞോളെ തട്ടാ പത്ത് പറയും മാനം കെടുത്തല്. ലുലുമാളല്ല, ലുലുമോൾ. ലുലുമാളല്ല കേട്ടോ കേസ്, ഇത് ലുലുമോൾ.
അല്ലേ? ഇത് റഷ. ഇത് നമ്മളെ കടൽക്കാക്കന്റെ വലിയ അനിയത്തി, ഇത് കടൽക്കാക്കന്റെ ചെറിയ അനിയത്തി, ഇത് നമ്മുടെ കല്ലാമൂലയുടെ കഞ്ഞിമാളുവിന്റെ വലിയ കുട്ടി, ചെറിയ കുട്ടി. എന്താണ് കഞ്ഞിമാള് അറിയണ എന്താ? എനിക്ക് കുറച്ചില്ല. കഞ്ഞി വെക്കണത് എന്താ? അത്രയും കുട്ടിയൊക്കെ അന്നം കൊടുക്കണ ആളാണ് എന്റെ തള്ള. അറിയില്ല എനിക്ക്. പിന്നെ ഇവിടെ സിദ്ധുണ്ട്. ആരതാണ് ആ ഫോണ് കിരി 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 കിരി? സിദ്ധൊക്കെ രാവിലെ തന്നെ ഇൻസൈഡൊക്കെ ചെയ്ത് വന്നിക്കണേ. പോണത് വൈകുന്നേരമാണ്. പിന്നെ സിദ്ധു ഇന്നലെ നമ്മളെ ലൈവില് നല്ലൊരു പാട്ട് പാടി. ആ പാട്ട് ഓന് ഇപ്പൊ ഇവിടെ പാടുന്നതാണ്. അതൊന്ന് പാടിക്കൊടുത്താ. ഏതാ? ഇവിടുന്നാണ് പാട്. അപ്പൊ ഗൈസ് റിസോർട്ടിൽ നിന്ന് സിധുവിന്റെ ഒരു നല്ലൊരു ഗാനാലാപനം ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ അവിടുന്ന് കോട്ടയക്കാരൻ അങ്ങനെ വേദിയിൽ ടിഷൻ ബേബി ഇങ്ങോട്ട് കൊടുന്നേടി. ടിഷൻ ബേബിനെ കൊടുന്ന. ടിഷൻ ബേബി കൺമശി കെട്ടിക്കണോ? റബ്ബുല്ലാലമീനായ തമ്പുരാനെ. ഗൈസ് ടിഷൻ ബേബിക്ക് കൺമശി ഇട്ടിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം പറയട്ടോ. കാരണം ടിഷൻ ബേബി അങ്ങനെ ടിഷുവാ പോവല്ലേ നമ്മള്? എടുക്കാനല്ല ട്ടോ മാനെ, എടുക്കാനല്ല മാളെ. അവിടെ നിന്നോളിട്ടോ, അവിടെ നിന്നോളിയേ, അവിടെ നിന്നോളിട്ടോ. പിന്നെ നമ്മളെ അല്ലിനെയൊക്കെ നോക്കാണെങ്കിൽ ഫുള്ള് ഒരുക്കാനാട്ടോ. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിക്കിട്ട് തോന്നുന്നുണ്ട് അല്ലേ? കുറച്ചില്ലേ? കേസ് ഞങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും ചുരുക്കുള്ള കുട്ടിയാട്ടോ ഇവള്. ശ്രീ അൽന ബീഗം. എന്തൊരു ബീഗം? അൽന നജ്ലിനോ? അൽന നജ. അൽന നജനോള്. പിന്നെ ഇബ്രാഹിം ഉണ്ട്, നിഷു ഉണ്ട്. നിഷോ സെറ്റല്ലേ? ട്രിപ്പ് അല്ലേ ഇബ്രാഹിം? അങ്ങോട്ട് തിരിഞ്ഞു പറ. എപ്പോഴോ സെറ്റാണ്. എന്താണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ചിലക്കാനുള്ളത്? നല്ല സന്തോഷമുണ്ട്. രണ്ടാമത്തെ ട്രിപ്പാണല്ലേ? ഇപ്പച്ചി എങ്ങനെയുണ്ട്? ഇപ്പച്ചിന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടോ? ഫുൾ ട്രിപ്പ് മോഡല്ലേ? പിന്നെ വേദിയിൽ നമ്മുടെ ഇനായ ഉണ്ട് കേട്ടോ. ഇനായ ഖലീഫ. ഖലീഫ ഇനായ. ഇനായ അങ്ങോട്ട് പോയിക്കാ. എങ്ങോട്ടാ പോണേ? എന്ത്? സ്വിമ്മിംഗ് പൂളിൽ ചാടാനോ? ഈ കുട്ടി സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ പോവുകയാണേ. അല്ല ബെൽറ്റ് കഴിഞ്ഞില്ലേ? അതാണ് പുറത്തേക്ക് പൊട്ടാട്ട്. അല്ല മങ്ങള് പോരുന്നുണ്ടോ? എപ്പോഴാ നിങ്ങൾ ഒരുങ്ങി വന്ന്? അല്ല നിങ്ങളത് കഴിഞ്ഞിക്കണോ? കഴിഞ്ഞു പോകഞ്ഞി. നേരം വൈകിയല്ലേ? അല്ല പോരുന്നില്ലേ? എന്നാലും നടക്കുന്നുണ്ടോ ഗൈസ്? പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൂക്കുത്തി പെങ്ങൾ മാക്സി പെങ്ങളുടെ വയറ്റുന്നോക്കല്ലേ എന്താണ്? വെഡിങ് ആനിവേഴ്സറി ആണ്. എന്താ നാളെ? എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി? 10ാമത്തെ ആനിവേഴ്സറി ആണ് ഞങ്ങളെ വെഡിങ്. 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. എന്താ എല്ലാവരും കുഞ്ഞോൾ സിപി ആണ്, റാഷിദ സിപി ആണ് ഇത് ഒരുക്കി തന്നത്. ഇവിടെ പ്രശസ്തരായ ചിഞ്ചു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിട്ട്. അല്ല ഓള് മേക്കപ്പ് ചെയ്തരാന്ന് പറഞ്ഞു. ഓള് പഠിക്കുകയാണെന്ന് പറഞ്ഞു കുഞ്ഞോള്. എന്ത് പഠിക്കുകയാണെന്ന്? കുഞ്ഞോള് പഠിക്കുകയാണെന്ന്. ഭയങ്കര രസമുണ്ട്. കുട്ടിച്ചാത്തന്റെ മാതിരിയാക്കി കുട്ടിച്ചാത്തൻ. നല്ലടോ അടിപൊളിയാക്കിയാണ്. നോർമൽ ആയതുകൊണ്ട്. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എങ്ങനെയായാലും ഒരു ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചണവരല്ലേ. അപ്പൊ ഒരു 10,000ന്റെ പുട്ടിയെങ്കിലും ഓൾക്ക് ജസ്റ്റ് ഇടണം. പ്രൊഡക്റ്റ് കൊണ്ടാണ് ഓൾ അങ്ങനെ ആക്കി കൊടുത്തത്. ലിമിറ്റഡ് പ്രൊഡക്റ്റിന്റെ അടുത്ത് കുറെ സാധനങ്ങളൊന്നും ഇല്ല. ഉള്ള സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഇവിടെ ഉള്ളത് ഇവിടെ ഭയങ്കര രസമായിക്കണ്. കുട്ടിച്ചാത്തൻ ലുക്ക് ആയിക്കണ്. അതല്ല ഇങ്ങനെ ആക്കിയെടുക്കാനൊരു കഴിവാണ് റാഷിദ. എല്ലാവർക്കും കഴിയൂല. തന്നെ കുട്ടിച്ചാത്തനാക്കണെങ്കിൽ കുട്ടിച്ചാത്തൻ ലുക്കാണെന്ന കറക്റ്റ് അറിയാലോ എനിക്ക്. അല്ല നിങ്ങൾ പോരുന്നുണ്ടോ? അല്ല കുറെ നേരമായി നിങ്ങളിങ്ങനെ വെറുതെ ടൈം വെച്ചാണ്. പിന്നെ നാളെ രാവിലെ ഇങ്ങോട്ട് തന്നെ പോരുമ്പോ അപ്പൊ അങ്ങോട്ട് നടക്കാറല്ലേ? ഞാൻ നടന്നു പറയണ നിങ്ങൾ ഇവിടെ നിന്നാ പിന്നെ എല്ലാവരും അങ്ങനെ തന്നെ ഇക്കാരോ. ഓലൊക്കെ ഞാൻ അടിക്കോളാം. ഡേ
ഫോട്ടോ എടുക്കലൊക്കെ നാളെ വിട്ടോളി പേരെന്ന് ഓർത്താൽ എൻ്റെ പേര് വിട്ടാളി. അങ്ങനെ ഞാൻ അതൊക്കെ നടക്കുള്ളൂ ഗൈസ്. എൻ്റെ പേരെന്നാണ്ട് ഇറങ്ങിക്കാടി എന്നൊക്കെ പറയുമ്പോൾ ഹൃദയത്തിലൂടെ കൊണ്ടുപോകും. അപ്പം ആ പോയിക്കോളല്ല. ഇനി ഇവിടെ ആരല്ലേ അല്ലടി എന്തിനാണ് ആ മാലയൊക്കെ വെറുതെ ആവശ്യമില്ലാതെ? വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറയാൻ നമുക്കൊരു പാടാണ്. ഇനി ഇങ്ങനത്തെ ഒരു കെണിയിൽ പോയി ചാടരുത് എഴുതിയിട്ട് ഇത് ഇതാക്കണ അയച്ചങ്ങനെ എന്ത് ഞങ്ങൾ മാസാടാ. ഞങ്ങൾക്ക് അതെ ഏതിലും പറയും മുത്തു അറിയില്ല അതെ കേട്ടോ. മുത്തുവിന് ഞാൻ ഒന്നും പറയും. ഇന്റെ മാപ്പിളിനോട് ചോദിച്ചു നോക്കോണ്ടി എന്താണ് ഈ 10 വർഷമായിട്ട് ഞങ്ങൾ കാക്കു പറയും അതേമാതിരിയാണ്. ഇജ്ജ് പറയും അളിയാക്ക് പറയില്ല. ഇജ്ജ് പറയില്ലല്ലോ. ഇജിന്റെ ഒപ്പം ചേച്ചിയിൽ അഭിമാനിക്കണ്ടെന്ന് പറയില്ലല്ലോ. പറയുന്നത് എന്ത് പഴമൊക്കെ തിന്നുകാണ്ട് എപ്പോഴാണ് നിങ്ങൾ അങ്ങോട്ട് പോരാ ഡ്രസ്സ് കൊടുക്ക വിഷം നിക്കണല്ലേ നല്ലോണോ? ആര് അപ്പൊ കഴിച്ചു നമ്മളെല്ലാരും ഉണ്ട് കേട്ടോ. നടക്കുന്ന അപ്പുറത്ത് കാട്ടിയില്ലേ വിശക്കണ്ട. പോട്ടെ ലൈറ്റ് ഓഫ് ആക്കണം. കുഞ്ഞോളെ ചാർജർ എടുത്തിട്ടില്ലേ? കുഞ്ഞോൾ ചാർജർ എടുത്തിട്ടില്ലേ? ഇതൊന്നും എന്ത് കളറാവോ? ആർക്കാണേ അതൊക്കെ ചിഞ്ചുവിനെ വിളിച്ചു പറഞ്ഞേ. എന്നിട്ടോ എന്നിട്ടോ അനുയോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരികാരം വരുമ്പോ ചിലപ്പോ വരാറുണ്ട്. ഓക്ക് 8:30-9 ആകുമ്പത്തിനും ഓക്ക് വയനാട്ടിൽ പോണല്ലോ. ഓളെ പെട്ടി മർമ്മാണം പുതിയനാൾ ഒരുക്കാണ്. ഇല്ല ഒക്കെ എത്തിയടാന്നൊക്കെ പറയണ്ടോളൂ പോരാന്. അവിടുന്ന് പിന്നെയും ഞാൻ അങ്ങോട്ട് പോരണ്ടേ. ഇനിയിപ്പോ എന്താ മതി. അതിനിപ്പോ അങ്ങനെ പറഞ്ഞപ്പോ കാട്ടണം. അനു അവിടെ കടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് പിന്നെ വണ്ടി എടുക്കാൻ പറഞ്ഞേ? അല്ല നിങ്ങളെ ഫോട്ടോ എടുക്കൽ ഇന്ന് കഴിയോ? കുറച്ച് നേരമായല്ലോ നിങ്ങള് എന്ത് എന്നാ ഞാൻ ഇവിടെ തന്നെ എടുത്തുകാണെന്നാ ഞാൻ ഇവിടെ തന്നെ നിർത്തട്ടെ നിങ്ങളെല്ലാരും. വണ്ടിക്കാര് ആ ഓട്ടോറിക്ഷ കൊള്ളണ പോലൊക്കെ ഓട്ടോറിക്ഷയിൽ കയറ്റി കുട്ടികളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി. ആ ഇങ്ങോട്ട് ഇറങ്ങി ജിബ്രാനെ മാമ ഇങ്ങോട്ട് ഇറങ്ങേ. നമുക്കൊരു വണ്ടിയിൽ കയറാം. ഇതൊക്കെ കാറിൽ കയറാം. ഇജ്ജ് ഇറങ്ങി കൊടുക്ക്. ഉമ്മാ കയറി വല്യമ്മ കയറിക്കാണി കാറിലോ? ആ എന്നാ കയറി. എന്നാ ഇതിലാരെ ഇപ്പൊ കൊള്ളുക? മാം കയറിക്കാളി ഓട്ടോറിക്ഷയിൽ പോണോലൊക്കെ പോയിക്കാണി. ഇജ്ജ് ഇതൊക്കെ ഇട്ടല്ലേ ഓട്ടോറിക്ഷ കയറിക്കാ. മുത്തു വരാനാണ്. ഇജ്ജ് മുത്തൂൻ്റെ ഒപ്പം വരും. പിന്നെ ആർക്കാണ് വണ്ടി ഇല്ലാത്ത? ഈ റാഷിദ നായിനൊക്കെ ഞാൻ ഉണ്ടല്ലോ ഞാൻ 10,000 വട്ടായി പറയണേ. അല്ലെ ചാവി എടുത്തിക്കണ കാറിന്റെ? അല്ല എന്താണ് ഞേക്കിടാനേ? ചെരുപ്പ് മാത്രം ഇട്ടാ പോലെ തല മറ്റിക്കട. ഞാൻ ഒരൊറ്റടി കയറട്ടെ. ജിബ്രാനെ പറഞ്ഞ കേട്ടിട്ടില്ലേല് വണ്ടി കയറിക്ക. ഇബ്രാഹിമൊക്കെ വണ്ടി കയറിക്ക. ഔദൻ കാർ കയറ്. അങ്ങോട്ട് കയറ് വേഗം വണ്ടിയില്. കുഞ്ഞുണ്ണി സ്കൂട്ടി മേലല്ലേ മുത്തുന്റെ ഒപ്പം? ഓള് സ്കൂട്ടിമ വരും. ലൂലു റാഷി ഇതൊക്കെ കയറണുണ്ടോ? വേഗം കയറി.
ആ അങ്ങോട്ട് കയറിയടാ പോയിട്ടേ നൈഷ ആ നൈഷുവിനെയും കൊണ്ട് പോര് നിങ്ങൾ നൈഷുവിനെയും കൊണ്ട് പോന്നാൽ മതി ഇവിടെ കൊള്ളൂല കയറിക്കാണേ കയറ് ആ ഉണ്ടാക്കലാണ് കയറിക്കട ഗൈസ് എടാ വണ്ടി മാറ്റിക്ക ആ നൈഷിനോട് മാറ്റിക്കടി അല്ലിമ്മ പോവില്ലെന്നാ സെറ്റല്ലേ എല്ലാവരും റെഡി അല്ലേ അവിടെ എത്തുമ്പോഴത്തേന് രാത്രി ആവും കുഞ്ഞോളെ തല വെക്കാനൊക്കെ ഇപ്പൊ എന്തോലും എടുക്കണതാവോ പോലെ റെഡി അല്ലേ വേഗം എടുക്കാൻ പറയണോട് വണ്ടി അറിയില്ല അതിന് കുറച്ച് ഗൈസ് അങ്ങനെ നമ്മള് എല്ലാ ഫാമിലിന്റെ എല്ലാ മെമ്പേഴ്സിനെയും കൊണ്ട് നമ്മൾ ഇതാക്കണ്. എടാ ഇതിന്റെ ബോർഡ് ഇവിടെ ഉണ്ടല്ലോ, അതിന് ബോർഡ് ഒന്ന് കാണിച്ചു കൊടുത്താ. റിവേഴ്സ് തൊട്ടെ ബോർഡില്ലല്ലേ? ആ ഇവിടെ ഉണ്ട് ഇതാക്കണേ, കസവ പാരഡൈസ്. അതായത് നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ നമ്മൾ ഇത്ര ഒരു സെറ്റപ്പിലുള്ളൊരു റിസോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. റിസോർട്ട് പറഞ്ഞാൽ നമുക്ക് ഈ കല്യാണ ഓഡിറ്റോറിയം ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ നമ്മൾ ചെറിയ ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷന്, ആനിവേഴ്സറി ഫംഗ്ഷന്, അതിനൊക്കെ വേണ്ടിയിട്ടൊരു വിശാലമായിട്ടുള്ള ഹട്ട്സുകളും സ്വിമ്മിങ് പൂളും റൂംസുകളും എല്ലാം പാടുള്ള, അതായത് ഇനിയിപ്പോൾ ഒരു വലിയ കല്യാണം ആയാലും ഒരു ലക്ഷറി ആംബിയൻസോട് കൂടി നിങ്ങൾക്ക് നടത്താൻ, കല്യാണവും സൽക്കാരമൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് സംഭവമാണ് ഈ കസവ പാരഡൈസ്. ഇത് നമ്മളെ വാണിയമ്പലത്താണ് കേട്ടോ, വണ്ടൂർ വാണിയമ്പലത്താണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അവിടെ ഇതാക്കണം എല്ലാവരും എത്തിക്കും ആ മേലെ കൂടെ ഒക്കെ പോയാൽ നമുക്ക്. അതേപോലെ നമ്മളെ വൈക്കന്ന് കയറിയതാണ് അസീനമ്മായി. അതല്ല നിങ്ങൾ വൈക്കുന്നല്ലേ കയറിയത്? ആ വീട്ടിൽ വിളിച്ചാതെ വന്ന മാതിരിയാണ്. പിന്നെ അവൾ എപ്പോഴും ഇങ്ങനെ ഫോണിലേക്കാരം, കാരണം ഭയങ്കര എന്തൊക്കെയാ ബിസിനസ് ആണ്. ആടിനെ കെട്ടിട്ടോ, അതേപോലെ ആട്ടും കൂടി തുറന്നോ എന്നൊക്കെ അവള് ചോദിച്ച. പിന്നെ അതേപോലെ അത് നിങ്ങളോടാട്ടോ ഗൈസ്, സബ്സ്ക്രൈബേഴ്സിനോട് ആയിക്കോട്ടെ അല്ലേ. പിന്നെ അവളെ പുതിയാപ്പിളപ്പാണ് പോഞ്ഞു കേട്ടോ ഓട്ടർഷയിൽ. ഞാൻ കുറേ പറഞ്ഞു ഇവിടെ നിന്നോളി, ഇന്ന് സാഹിത്യ സമാജം ഉണ്ട്, പാട്ടും പരിപാടിയൊക്കെ ഉണ്ട്, വൈകുന്നേരം പോവാന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കല്ലാമൂലയുടെ മണിമുത്ത് ശ്രീ മറിയമ്മായി ചുരിദാറ് കെട്ടാണ് കേട്ടോ നിൽക്കണേ. അല്ല അമ്മായി, എപ്പോഴാണ് ഇന്നത്തെ കഞ്ഞി പരിപാടി കഴിഞ്ഞേ? പരിപാടിയൊക്കെ 2:30 കഴിച്ചില്ലേന്നോ? അതെന്താണ് നേരത്തെ അങ്ങോട്ട് അരി വിറ്റല? പിന്നല്ല എടുത്ത് പോകുന്നില്ല, എന്നിട്ട് ഇവിടെ കത്തൽ വന്നിരിക്കാൻ അറിയില്ലല്ലോ. പിന്നെ ആനിവേഴ്സറി ഗേളും ആനിവേഴ്സറി പുതിയാപ്പിള ഉണ്ട് കേട്ടോ അവിടെ. ആനിവേഴ്സറി പുതിയാപ്പിള അവിടെ വാ. അതെ, ഒരുങ്ങാൻ സമയമാണെന്നോ? ഡ്രസ്സ് എടുത്തുക്കണോ? അല്ല ഗൈസ് ഇപ്പൊ കടയിൽ നിന്ന് നേരെ പഞ്ഞു നിക്കാണ്. അപ്പൊ ഇവള് വിളിച്ചു പറയണം, നമ്മളെ ഹാപ്പി ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി അല്ലേ, അതിന്റെ മുത്ത് അന്ന് ഞാൻ വരാറുണ്ട്. അങ്ങനെ പോന്നിക്കാണ്. ഡ്രസ്സൊന്നും പ്രത്യേകിച്ച് മാറ്റിയിട്ടില്ല. ഞാൻ ഇപ്പൊ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു പരിപാടി ഉണ്ടോണ്ട് അല്ലേ? കേക്കും കാര്യങ്ങളൊക്കെ അല്ലേ? ആ ഓക്കെ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളെ കസവ പാരഡൈസിന്റെ വിവിധ കാഴ്ചകളിലേക്ക് പോവാൻ നമുക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ. ഞാൻ എന്തൊക്കെയാണ് സംഭവങ്ങൾ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അത് നമ്മളെ ഇവിടെ ചായ സെറ്റാക്കിയിരിക്കണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളത് അല്ലേ? എവിടെ ചായ ഉണ്ടോ? ആ അപ്പൊ ഇതാണ് ഇവിടെ. നിങ്ങളെ പേരെന്താ? ജസ്ന.
അപ്പൊ നമ്മളെ ജസ്റ്റിനകത്ത് ഉണ്ടോ അതിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ? ആളുകളെ ഇതൊക്കെ ഇപ്പൊ ഈ മാസമൊക്കെ കുറെ ഇതുണ്ടോ ഫില്ലേക്കാണല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മളെ കല്യാണം വലിയ കല്യാണങ്ങളൊക്കെ നടത്താൻ പറ്റുമോ? 500 ആൾക്കാരെ പ്രോഗ്രാം വരെ ചെയ്യലുണ്ട്. 500 ആളെ പരിപാടി വരെ നടത്താം അല്ലേ? സ്റ്റേ എത്ര ആക്കുന്നുണ്ട് ഇവിടെ? ഏകദേശം 50 ആൾക്കാർക്കുള്ള 50 ആൾക്കാർക്ക് സ്റ്റേ ഉണ്ട്. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഇവിടെ സെറ്റ് ആക്കി കൊടുക്കും അല്ലേ? വേണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് പുറത്തുനിന്ന് കാറ്ററിംഗ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനും പറ്റും. അപ്പൊ ഗൈസ് ഇത് നമ്മളെ മലപ്പുറം ജില്ലയിലെ വണ്ടൂര് വാണിയമ്പലത്തിൽ തന്നെയാണ്, അതായത് എൻ്റെ നാട്ടിൽ തന്നെയാണ്. അപ്പൊ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി വെച്ചപ്പോൾ ഇവിടെ വെഡിങ് ആനിവേഴ്സറി ഒന്ന് കളറാക്കാന്ന് കരുതിയിട്ട് അങ്ങനെ പോകുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ആ ഏരിയകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇവിടുത്തെ ആ ഹട്ട്സിന്റെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ, അതായത് നമ്മൾ ലക്ഷറി ആംബിയൻസ് അതാണ് ഇവിടുത്തെ മെയിൻ. രാത്രി ആകുമ്പോൾ ഇതിലാറെ വൈബാട്ടോ, അതായത് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് രാത്രിക്കത്തെ മൂഡ് നമ്മൾ കാണിച്ചു തരാം. വേറൊരു ഫീലായിരിക്കും നൈറ്റ് വൈബ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിൻ്റെ മേലൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ? ആണോ ഓല വിളിച്ചു കാശിതാ ബാ, ഓലോട് അതിലൊക്കെ ആണ്ണ ഇങ്ങോട്ട് വരാൻ പറഞ്ഞോ, അതിലൊക്കെ കാണണ ഇങ്ങോട്ട് വരാൻ പറഞ്ഞോളാ. ലാസ്റ്റ് ആക്കാം. നിങ്ങളൊക്കെ ചാടിയോ? കുളിച്ചോ? മൂത്രം ഒഴിച്ചിക്കണോ സ്വിമ്മിങ് പൂള് കഴിക്കരുതെന്നോ? അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ ഈ ഏരിയ ഒക്കെ കണ്ടങ്ങള് ഇതിനൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഈ തല മുതൽ ആ തല വരെ ഹട്ടുകളാണ്. ഹട്ടുകൾ ഗൈസ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. ഓക്കെ, അതൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സാ. എടാ ഇവന്റെ കാല്, എൻ്റെ കാല് എവിടെ കെട്ടിക്കണോട്ടെ ഗൈസ് നോക്കുകയാണെങ്കിൽ ഇവന്റെ കാല് ഒടിഞ്ഞ് കിടക്കുകയാണ്. എന്നിട്ട് ഇപ്പം കാലോ നിലത്ത് കുത്തണില്ല, കാരണം ചെരുപ്പ് ഇട്ടിക്കണല്ലോ. ഓനോടെന്താ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചായക്കെന്താ കടി ഓണാ? അപ്പൊ ഗൈസ് അങ്ങനെ ഇവിടുത്തെ രാത്രിക്കത്തെ വൈബ് വേറെ ലെവലായിരിക്കും കേട്ടോ. അവിടെയൊക്കെ ആൾക്കാരൊക്കെ കണ്ടില്ലേ? ഇത് മൊത്തത്തിലൊരു വിശാലമായി. ഇനിയിപ്പോ നിങ്ങളിങ്ങനെ കരുതേ ഇത് കഴിഞ്ഞിട്ടില്ല. അവിടെ പള്ളിയുണ്ട്, പാർട്ടി ഹാളുണ്ട്. പിന്നെ കണ്ടെങ്കിൽ ഈ പാടം കണ്ടോ? ഈ പാടം ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഏരിയ മൊത്തം ഉള്ളത്. അതായത് സ്വിമ്മിങ് പൂള്, ടർഫ്, ഇങ്ങനെ കണ്ട സകല നാച്ചുറൽ കുളം വരെ ഉണ്ട്. അപ്പോ നമ്മള് ചായ കുടിച്ചിട്ടാക്കല്ലേ കുഞ്ഞോളെ ബാക്കി അതെ 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 അതൊക്കെ കാണിച്ചു കൊടുത്തു സാധനം. അപ്പൊ ഗൈസ് ഇവിടുത്തെ നാച്ചുറൽ കുളം കണ്ടങ്ങള് ഇവിടെ. പിന്നെ രാത്രി ഹെൽപ്പിങ്ങൊക്കെ ഇങ്ങനെ എത്ര ഇതിൽ കാണിച്ചു തരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. മീനുകളൊക്കെയാണ് ഈ കുളത്തിലും വേണമെങ്കിൽ ചാടട്ടോ. ഇതിലൊക്കെ നമ്മൾ ഇന്നാള് വന്ന നല്ല ചാട്ടം ചാടിയതാ. ഇതിൽ ചാടേണ്ടവർക്ക് ഇതിൽ ചാടാ, നീന്തൽ അറിയണവർക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചായ കുടിക്കാൻ പോവല്ലേ? അമ്മ നീച്ചിന്നാല് ചായ കുടിച്ചു വരും. വരി വരി ചായ കുടിക്കാൻ പോവാ. ടിഷുമ്മ ചായ എടുക്കാൻ പോവാ. അതിനെ വലിയ അടുത്ത ആരത്തിലും കൊടുത്തുള്ളടി. അത് ഇനി രാത്രി എടുക്കാം. ഇവിടെ എന്താണ് ഫോട്ടോഷൂട്ട്? ഇവിടെ ഷൂട്ടിങ് നടക്കാണ് ഗൈസ്. കല്യാണ പെണ്ണിന്റെ ഷൂട്ടിങ് നടക്കാണ് ഇവിടെ പുതുമണവാട്ടിയുടെ. ഊഞ്ഞാലുണ്ട് അല്ലേ? ലഗേജ് കുറച്ച് ബാഗ് ഇനിയിപ്പല്ലേ സോനാരയിലൊക്കെ വന്ന് എടുത്ത് വന്നോളും. ലഗേജ് പോലും എടുത്ത് പോന്നോളും സോനാരെങ്കിലൊക്കെ. എന്തേലൊക്കെ ഒരു പണി വേണ്ട വൈകുന്നേരം ആവുള്ളൂ. ഡേ റാഷിദ ഇജ്ജ് കാർന്ന ചാവി എടുത്ത് പോന്ന ലോക്കാക്കി പോയി. ഇനായൊക്കെ വന്നിക്കണല്ലേ റിസോർട്ടിക്ക്? എന്തിനാണ്? കിട്ടിയില്ല റാഷിദ? എന്നോട് ഇപ്പാൻ്റെ ഒക്കെ എടുക്കാൻ ഇറക്കണം കേട്ടോ. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ
കിട്ടിയില്ലേ? ഇതില് ഡിക്കിയിലുണ്ട് കഴിഞ്ഞാലോ എടുത്തോ? അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളെ ഈ റിസോർട്ടിന്റെ ഒരു സൈഡിൽ നിന്നും മറു സൈഡിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇവിടെ കണ്ടങ്ങള് ഈ പാടത്തിന്റെ ഒരു വൈബ്. ഇവിടെ കടൽക്കാക്ക ഊഞ്ഞാലാടി നിൽക്കുന്നുണ്ട്. കാരണം അവളെ പുതിയാപ്പിള അവള് തെറ്റിലാണ് ഗൈസ്. സുങ്കുടോ? അതോളെ പുതിയാപ്പിള വിളിച്ചല്? എന്താണ് വിളിച്ചല്? മുത്തൂനല്ലേ? റിയ ഓളെ പുതിയാപ്പിളിനെ സുങ്കുടു എന്നാണ് വിളിച്ചത്. നമുക്ക് അവിടെ കൊറേ ചെടികളും തൈകളും ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാവും. ഒന്നും പറിച്ചാൽ ഇതിന് നിക്കണ്ട. കസ്റ്റാർഡ് ആപ്പിൾ പറഞ്ഞ ഒരു പൗഡർ അല്ലേ? അത് കായുണ്ടാത്ത മൾബറി. മൾബറി കൊമ്പുത്തനാടി. അപ്പൊ ഗൈസ് കൊറേ ഫ്രൂട്ടിന്റെയും അതേപോലെ ചെടികളുടെ ഒക്കെ ഇടയിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോണത് എങ്ങോട്ടാണ്? ആ ടിഷ ബേബി അവിടെ ആട് നോക്കാണ് കാണിച്ചു കൊടുത്ത അടുത്ത് കൊണ്ടേറ്റ്. കുട്ടീനൊക്കെ നോക്കണം കേട്ടടാ. ഇതോ ഓരോ കുട്ടികളെ ഓരോരുത്തരും നോക്കുക. ലുലു ഒന്ന് നോക്കുക, റഷ ഒന്ന് നോക്കുക, മറ്റേ ഫിദ ഒന്ന് നോക്കുക, റിയോ ഒന്ന് നോക്കുക. കാരണം എന്താ അറിയോ, നമ്മള് ശ്രദ്ധിക്കൂല. കുട്ടികൾ കുളം തോടൊക്കെ ഉള്ളതാണ്. പിന്നെ വല്യമ്മ അവിടെ കുഴങ്ങിയാണ്ട് ഇരിക്കണ്ട. പോരി പൊരി 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 പൊരി. വല്യമ്മ കുഴങ്ങിയാണ്ടേ ശ്വാസം കിട്ടണില്ല. അതും നല്ലതാണ്. അത് വെറുതെ തോണ്ടാ നിക്കണ്ട കേട്ടോ. അത് കുട്ടികളുള്ളതാണ്. എന്ത് നിരന്ന സ്ഥലത്ത് വല്യമ്മക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞേ. ഞാൻ നിരന്നാല് വല്യമ്മ ചവിട്ടാൻ നിരത്തുന്ന് പറഞ്ഞേ. വല്യമ്മക്ക് അങ്ങനെ ചെയ്യലുണ്ട് വല്യമ്മ. അപ്പൊ ഇനി നമ്മള് പോണത് കസവ പാരഡൈസിന്റെ മറ്റൊരു ഏരിയക്കാണ്. അവിടെ നമ്മുടെ പാർട്ടി ഹാള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഹട്ട്സുകളൊക്കെ. ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഫാം ടൈപ്പ് റിസോർട്ടാണ്. ഈ ഫാമിൽ ഇതാക്കണ് ഇങ്ങോട്ട് നോക്കാണ്. ഇഷ്ടം പോലെ മലമ്പാമ്പുണ്ട് ചോദിച്ചില്ല, ഇഷ്ടം പോലെ അറിയില്ലേ, അതേമാതിരിയാ. ആ ഒരുവിധം കിളികളും കുരുവികളും തത്തമ്മകളും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പിന്നെ പൂച്ച, മകിടി ഒക്കെ ഉണ്ട്. ഇത് കണ്ട യമുവിനെ കാണിച്ചു കൊടുത്താ. അപ്പൊ കഴിച്ച നമ്മളെ യമു ബിരിയാണി ഉണ്ടാക്കാൻ പോണേ. യമു ഫാം. ഇതിന്റെ അടുത്തേക്ക് പോകുമ്പോ നല്ല കൊത്തുല്ലേ യമു? അത് ബാക്കൊക്കെ പോണത് കൊത്താനാട്ടോ പോണത്. യമു ആണത് യമു. ആ ഒരൊറ്റ കൊത്തൈകാരം. ഇത് മുന്നേ ഇങ്ങോട്ട് എടുത്തോ. പിന്നെ കുതിരയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ പുതിയ വെഡിങ് ആനിവേഴ്സറിക്കുള്ള പുതിയ ആപ്പിള വെള്ളക്കുപ്പായൊക്കെ ഇട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മള് ചായ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ആടാ മുത്തൂനൊന്ന് കാണിച്ചു കൊടുത്താ. സെറ്റാണ്. ഇത് പുതിയ എടുത്താണ് കൊണ്ട് ഇപ്പൊ പോയിട്ട്. ഇത് പുതിയ എടുത്താണ് കൊണ്ട് ഇപ്പൊ പോയിട്ട് സെറ്റാക്കിയാണ്. രസമുണ്ട്. ഇത്ര വലിയ പരിപാടി നമ്മൾ പ്രതീക്ഷയില്ലല്ലോ. എന്തായാലും ഉഷാറായിക്കണം കേട്ടോ. നമുക്ക് ചായ കുടിച്ചിട്ട് തുടങ്ങട്ടോ. അതിപ്പോ ഇവിടെ വെച്ചളി, ചായ കുടിച്ചിട്ട് പോവാ. എന്നാ റൂം തുറന്നാണ്ട് അതിക്ക് വെച്ചളാ. എല്ലാരും ബാഗ് ഉപ്പ് വന്നാലും വെച്ചളി. എന്നിട്ട് ചായ കുടിച്ചിട്ട് എല്ലാം ഇതായിട്ട് ഇതാക്കാം. അപ്പൊ ഗൈസ് നമ്മളെ ബാഗുകളൊക്കെ ഇതിന്റെ ഉള്ളിലാണ് കൊണ്ടുപോയി വെക്കരുതിട്ട് അങ്ങനെ. അടച്ചളാ. ഇനി വാ, നമ്മളെ ചായ കുടിക്കാൻ പോവാ. സംഗതി സത്യം പറഞ്ഞാലേ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ട്. ഇതിൽ കൊണ്ടുവന്നാൽ ഇട്ടാൽ മതി. കുട്ടികളൊക്കെ അതിൽ കൊണ്ടുപോയാൽ ഇട്ടാല്
വരെ എടേ ഡേ ചായ വേണ്ട കുട്ടികളോടൊക്കെ വരാൻ പറയേ. ജിബ്രാൻ നൈഷോ വല്യമാക്ക് മൂത്രയിക്കാനാ? അതല്ല, അത് മൂത്രയിക്കാനുള്ള സ്ഥലമല്ല. നമുക്കിപ്പോ അവിടെ നിന്നൊന്നും പറഞ്ഞു റൂമിക്ക് പോകണം. ആ അർജന്റൊന്നുമില്ല വല്യമാക്ക്. ഡേ ചായ എടുക്കണേ പോരിട്ടോ. നിങ്ങളങ്ങനെ വിളിച്ച് നിർബന്ധിച്ചത് പെരയൊന്നുമല്ല. ഇരുന്നോളി ഇരുന്നോളി ഇരുന്നോളി. ആ കുട്ടികളൊക്കെ വിളിച്ചിട്ട് തിരുത്തിയാണ്ട് ആ ഗ്ലാസ് ഒക്കെ ഇതാക്കിയാണ്ട് ഡേ ആ ബാക്കി ഫോട്ടോ പിന്നെ എടുക്കാം. അപ്പൊ ഗൈസ് നമ്മള് അസർ ചായ കുടിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. എന്താ ടീ ഹാള്. അപ്പൊ ചായ നല്ല ചൂട് ചായ, നല്ല സമൂസ ഉണ്ട് കേട്ടോ. നിനക്ക് വേണോ? ആണെങ്കിൽ വാങ്ങി തിന്നോളേ. ഇത് അങ്ങനെ തരാൻ കഴിയൂലല്ലോ ഫോണിൽ കൂടെ. ഗായ്സ് അങ്ങനെ ഗായ്സ് ഇതിപ്പോ ഞാനവിടെ മൈക്ക് വെക്കുക. ഒരു മൈക്ക് ഈ കയ്യിലുണ്ടേ. എന്നാ ഒരു മൈക്കത്ത് പിടിച്ചാ ലുലോ വർത്താനം പറയണവർക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ റിസോർട്ടിന്റെ ലൈഫ്, റിസോർട്ട് ജീവിതം? തൊള്ളവർക്കൂല ആൾക്ക് അതെ കുത്തിപ്പിടിച്ചാൽ വന്നാല് കൊടുക്കോ നീച്ചവിടുന്നേ. ഇതിങ്ങനെ വെച്ചുകൊടുക്കണം വർത്താനം പറയണ പോലെ ചുണ്ടുമ്പക്ക്. പറയൂ. അടിപൊളിയാണ് റിസോർട്ട്. എന്താ സൂപ്പറാണ്. എങ്ങനെയുണ്ടായിരുന്നു ഫുട്ബോൾ മാച്ച്? ഫുട്ബോൾ മാച്ച് അടിപൊളി. ഇല്ല, ജയിച്ചു. അന്റെ ടീമിലല്ലേ എങ്ങനെ തോൽക്കാതൊക്കെ? ഞങ്ങള് ജയിച്ചിട്ടില്ല, തോറ്റക്കാണ്. പക്ഷെ ഫൈനൽ കളിക്കാൻ ജീവല്ലാത്ത ടീമാണ് ജയിച്ചത്. ഒരിക്കലും ഫൈനൽ വേണ്ട. അതുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ ടർഫൊക്കെ കണ്ടില്ല നിങ്ങള്? ടർഫ് കണ്ടില്ല? തൊട്ട് മുന്നിൽ തന്നെ ഒരു ഹലാക്കിന്റെ ടർഫൊക്കെ ഉണ്ട്. അപ്പൊ ഫാമിലി ഒക്കെ ആയിട്ട് വന്നാല് ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താ പറയുക? ഒരു ഹോൾ ഫാമിലിനെ മൊത്തത്തില് എന്റർടൈൻമെന്റ് ചെയ്യിക്കുക. അതാണ് ഇതിന്റെ ഉദ്ദേശം. എങ്ങനെയുണ്ടായിരുന്നു റിസോർട്ട്? സെറ്റപ്പാണ് കേട്ടോ. ഒന്നും പറയാല്ല. അടിപൊളി, ഗംഭീരം. നമ്മളെ നാട്ടില് ഊട്ടിയിലും വയനാടൊക്കെ ഉള്ള റിസോർട്ട് ഇത് നമ്മളെ തൊട്ടടുത്തുള്ള ഏരിയയാണ്. പക്ഷെ നമ്മൾ വന്നപ്പോഴാണ് നമ്മളിപ്പോ വേറെ എവിടെയോ ആണ് എന്നുള്ളൊരു സത്യത്തില് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. നമ്മളെ വരുന്ന ആകെ 2-3 കിലോമീറ്ററോളം കണ്ട്. സെറ്റപ്പ് ഉണ്ട് എന്നുള്ളത് ഇപ്പൊ അറിയാണ്. പൊതുവെ ഈ വയനാട് പോണവർക്ക് ചില ആൾക്കാർക്ക് ഉണ്ടാവും കുറച്ച് യാത്ര പോയിട്ട് ഇതാക്കണം എന്നുള്ളത്. സ്റ്റേ ചെയ്യണം എന്നില്ല. അങ്ങനത്തെ പോലെ അല്ലാതെ ഇവിടുത്തെ വൈബ് ആസ്വദിക്കാനാണ്. അതായത് നേരത്തെ പോന്നാ നേരത്തെ എത്തും ചെയ്യാ, പെരേക്കും തന്നെ നേരത്തെ പോവുകയും ചെയ്യാം. എന്നാ കല്യാണം സൽക്കാരം അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്താം. ഇപ്പൊ ടർഫ് മത്സരം കഴിഞ്ഞാണ്ട് എന്താ സെറ്റപ്പിലെ അറിയണത്. ആപ്പാപ്പ കുടുങ്ങിക്കണ് മാമാനായിട്ട് പിന്നെ ഗോളിയാണ് നിർത്തി. മാമായിട്ട് ഭയങ്കര കളിക്കാർ. അതില് ആപ്പാപ്പാനോട് മാമ അറിയാം മനസ്സിലായി നമുക്കൊരു ടർഫ് ഉണ്ടാക്കണം പെരയില്. ഡബ്ബറൊക്കെ വെട്ടിക്കാണ്ടി സോനുവിന്റെ പെണ്ണ് പോണ്ടി വരും. പക്ഷേ കാക്കുവാ ഞാൻ പറയേ ഞാനൊരു 10-20 റിസോർട്ടിൽ പോയിക്കണേ. പക്ഷെ ഇത്രയും വൈബില് ഇത്രയും വലിയൊരു റിസോർട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത്. കാരണം എന്ത് കൊണ്ടുവരണെന്നോ? കാരണം അടിപൊളി പറഞ്ഞാൽ അടിപൊളി വൈബ്. പ്രായല്ലോല് വന്നാലും ഇവിടെ വന്നാലും ഇല്ലൊരു മിസ്റ്റേക്ക് എന്താണോ? മിസ്റ്റേക്ക് പറഞ്ഞാല് എവിടെ പോയാലും ഇരിപ്പിടാണ്, എവിടെ പോയാലും ഫോട്ടോ എടുക്കണം. എല്ലായിടത്തും ഒരേ വൈബ്. അടിപൊളിയാണ് പറഞ്ഞാല് അറിയില്ല. കാരണം ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഇവിടെ എത്ര സമയം തന്നെ അറിയില്ല ഞങ്ങള്. കാരണം നാളെ എത്ര ടൈം നിന്നാലും ഓരോന്നാണ് ആസ്വദിക്കാല്. ഇനി എത്ര സ്ഥലത്തേക്ക് ഞങ്ങൾ കറങ്ങാണ്ട് എന്നാൽ തന്നെ ഒരു ഭാഗം കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗമൊക്കെ പകല് ഫുള്ള് കണ്ടില്ല. നേരെ തീ കൂടെ ഇങ്ങോട്ട് ചാടിയേക്കല്ലേ ശരിക്കും അപ്പുറത്ത് കൂടെ ലൈറ്റ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ അതിന്റെ ബൗണ്ടറി ആയിക്കൂടെ മൊത്തം അവിടെ പള്ളി ഉണ്ട്. പിന്നെ അതേപോലെ മീറ്റിംഗ് ഹാൾ ഉണ്ട്. പിന്നെ ലേഡീസിന് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട്.
അങ്ങനെയുള്ള സെറ്റപ്പ് പാർട്ടി ഹാള് തറാവിയോ വന്നിട്ട് ഇവിടുന്ന് പോയത് കണ്ടിട്ടില്ല. നല്ല രസമാണ് ആ പള്ളി. ആ പള്ളി കണ്ടാണല്ലോ ഞാൻ സത്യം പറയാൻ അത് ഞാൻ 3 വട്ടം നിസ്കരിച്ചു. പള്ളിന്റെ ചൊറുക്കൊണ്ട് അതാ അതിന്റെ ചുരുക്കരടുത്ത് അസിനമായി. കാരണം അന്നെപ്പോലെ നിസ്കരിച്ചാത്തോലെ പറയിപ്പിച്ചിന് ഓർക്കാനാണ്. അല്ല അതല്ല കാക്കോ ഞാൻ പറഞ്ഞേ പള്ളിന്റെ ചൊറുക്കോണ്ട് ഞമ്മള് വിട്ടുപോയ ഇതൊക്കെ നിസ്കരിക്കും. കാര്യം പറഞ്ഞത് മറ്റേതാണതേ പുകയത്തിയാണ്ടില്ലാതേക്കണേ. ആ അത് മാത്രല്ലേ കല്യാണം മുടക്കുന്ന ആളുണ്ട് നമ്മളവിടെ അല്ലേ കല്യാണം മുടക്കുന്ന ആളെ എങ്ങനെ വെച്ചാല് പുകയത്തിയാണ്ടില്ലാതേക്കും. 5 വക്തും പിന്നെ സുബൈ നിസ്കരിച്ചോ. അല്ലെ ഇങ്ങനെ പറയാ ചെറുക്കന്മാരൊക്കെ ഗൾഫിലാണേ ഫുള്ള് പെരക്കെ 2 നില എല്ലാം നല്ല പറഞ്ഞിട്ട് ലാസ്റ്റ് ഓണാണ് എന്നും പറയും അതിന്റെ ഒപ്പം അതേമാതിരിയാണ് അവിടെ ഓവർ പുകയത്തി. മറിയമ്മായി ഉണ്ട് ഗൈസ്. മറിയമ്മായി ഒരു പോസ്റ്റത്തെ ഗോളി പല്ലുള്ളിക്കോ അമ്മയെ കോളോ അടുത്ത് കേക്കാറുണ്ട് അണ്ണാക്കാൻ തിരികായി അത്ര മതി. ഗോൾ അടിച്ച പണ്ട് തല്ലൂടുക കുടുങ്ങി വിളിച്ചിട്ടില്ലാന്ന് പറഞ്ഞു. ഹലോ ഹലോ അങ്ങനെ ഗായ്സ് ഒന്നും ഇങ്ങോട്ട് ഏറ്റെടുക്കില്ല. അങ്ങനെ ഗായ്സ് ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പോണ. അബ്രോ പോരില്ലേ ഫോട്ടോ എടുക്കാൻ? ആരാണ് ഫോട്ടോ എടുക്കണേ? ഓരോരുത്തർ ഇങ്ങനെ ഇരിക്കണ്ടില്ലേ ഓരോ സൈഡില്. നമ്മളിപ്പോ പോയിട്ട് നമ്മളേതായാലും ഭക്ഷണം കഴിച്ചിട്ട് ഫോട്ടോ എടുക്കാം. വാ ചോറിപ്പ ചൂടാറും തന്നെ. ഗൈസ് അബ്രൊക്കെ ഫുള്ള് ഫോമിലാട്ടോ. കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാല് ല്ലേ തുറന്നാണ് വിട്ടാ മതി ല്ലേ. ആക്കണ അല്ലു ഇങ്ങനത്തെ ഒരു 28 ഊഞ്ഞാലുണ്ട് കേട്ടോ ഇവിടെ അല്ലേ അല്ലോ. എന്നാ പോര് 28 38 ഒക്കെ ഉണ്ട്. ഹായ് ഗൈസ് KT വ്ളോഗിന്റെ എന്തോ ഒരു സംഭവത്തിൽ കൂടെ പോയിണ്ട്. എവിടുക്കാണ് നിങ്ങള് കുട്ടികളെ കേട്ടാ? അല്ലടാ എന്റെ കാലിന്റെ കെട്ടൊക്കെ അയച്ചോ? അതെന്തേ ഗൈസ്? അപ്പൊ നമ്മളെ വല്യമ്മ കൊറേ പറഞ്ഞേ നമ്മള് കൊയങ്ങിക്കണേ. ആ പാട്ടോഫ് കൊയങ്ങിക്കണ് ഞാൻ അതുവരെ നടക്കാൻ പറ്റുക. കാരണം അത്രക്കും വലുതാണ് ഈ റിസോർട്ട് എന്ന് പറയുന്നത്. വല്യമ്മ കൊയങ്ങില്ലേ? വല്യമ്മ കൊയങ്ങി പറഞ്ഞാലാണ് ഇവിടെ റിസോർട്ടിന് മാർക്കറ്റ് ഉണ്ടാവുള്ളൂ. അത്രയും ദൂരം നടന്നു ശരി. ഒരു 5-8 കോടിന്റെ ലോട്ടറി അടിച്ചിട്ടേ ഞാൻ ലോട്ടറി എടുത്തില്ല. ഇതിന് ഇവിടെ സുഖല്ലേ? ഞമ്മക്കിപ്പോ നമ്മളെ പേരിൽ ഇങ്ങോട്ട് പോരാനാകെ 2 കിലോമീറ്റർ ഉള്ളു. വാടക കൊടുത്താണ് ഇതാകണ അടുത്ത ഊഞ്ഞാലും അടുത്ത ആൾ കൊയങ്ങി കുത്തിരിക്കുന്നത്. പോര് അതാണ് തട്ടി തടഞ്ഞു നോക്കണോ. ഓരോ ഇതിലും ഊഞ്ഞാലുണ്ടാവും കേട്ടോ. അത് നിങ്ങൾക്ക് എന്താ വേണ്ടാത്ത? ഇതാകണ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഊഞ്ഞാലുമ കൊയങ്ങി കുത്തിരിക്കണ പോലെ. കൊയങ്ങിയാ മാപ്പിളയും പെണ്ണുങ്ങളും കുത്തിരിക്ക പോരനല്ലേ? ഓരോ ലക്ഷമാണ് പോര് 500 റുപ്യ ടിക്കറ്റ്. മിനിമം സമ്മാനെങ്കിലും കിട്ടണ്ടേ? പ്രൈസിലാണ്ടേ? വരുന്ന കാണിച്ചു കൊടുക്കണം. ഒരു വരുന്ന കാണിച്ചു കൊടുക്കണം. ഇവിടെ തന്നെയാണ് വല്യമ്മ കാണാണ്ട് അവിടേക്ക് പോകുമ്പോഴേ. ആ കുട്ടികളൊക്കെ ആ കുളത്തിന്റെ സൈഡിൽ അങ്ങോട്ട് തിരിച്ചിരുത്തിയാണ്ട് എനിക്ക്
ഫോൺ വിളിച്ചുമ്പോ എനിക്ക് ബോധമൊന്നും ഉണ്ടാവില്ല, കുട്ടികളെ കളിച്ചാടിയാലോ. ഇവിടെ പോന്നാണ് ഷൂ ഒക്കെ ഞാൻ മടങ്ങുമ്പോട്ടോ അവിടെ കിട്ടുണ്ടോ? അപ്പൊ ഗൈസ് അങ്ങനെ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് റെസ്റ്റോറൻറ്റിലേക്ക്. ഓക്കെ ഗൈസ്, റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. വല്യമ്മ കുഴങ്ങിയിരിക്കണ് ഗൈസ്. ഇത് ക്യാമറയ്ക്ക് നോക്കണുണ്ടോ വീഡിയോക്ക്? ഇതൊക്കെ ഇങ്ങനെ എല്ലും തോലും ഇറച്ചിയൊക്കെ ഒന്ന് വർക്ക് ചെയ്യുമ്പോ തന്നെ ഉള്ളു ഇതൊക്കെ മുന്നോട്ട് പോവുള്ളേ. ഇറക്കഞ്ഞ ഇങ്ങോട്ട് മടങ്ങുമ്പോ ഇറക്കല്ലേ, കയറ്റം കയറുമ്പോ നിങ്ങൾ കുഴങ്ങും, പിന്നെ കുഴക്കാറ്റിട്ട് ഇറക്കം ഇറങ്ങണേ, പിന്നെ അപ്പൊ കുഴക്കില്ലല്ലോ. നിങ്ങളൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ റൂമിലാണ്, അവിടെ ഡോർമെട്രി ആണ്. നിങ്ങൾക്കൊരു 10-40 ആൾക്ക് 25 ആൾക്ക് റൂമിൽ കിടക്കാം. കുട്ടികളൊക്കെ ഡോർമെട്രിയിൽ. ഞങ്ങളിപ്പോ ഇങ്ങനെ വല്യമാനെ ബാക്കിന്ന് തട്ടിയാണ്ട്, വീൽ ചെയറിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ? അപ്പൊ വല്യമ്മ രോഗിയായില്ലേ അല്ലേ? വല്യമ്മ എവിടേക്കാണേലും വല്യമ്മ ഒന്നുണ്ടാവും. ഊട്ടിക്കാണോ എന്നാ വല്യമ്മ ഒന്നുണ്ട് പറഞ്ഞു. എന്ത് എന്താ വല്യമ്മ എന്താണ് ഈ ഒരു അവസരത്തിൽ പറഞ്ഞത്? തലമിന്നുണ്ടെന്നോ? ഒന്നും കാണുന്നില്ലാന്നോ? ഓക്കെ, നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ പുതിയ മാനേജറെ ഏൽപ്പിച്ചിട്ട് പഴയ മാനേജർ മിന്നാനുള്ള പരിപാടിയാണ്. കാരണം 8:30 പെരയ്ക്ക് എത്തിയിട്ടില്ലേ പൂക്കൂട്ടും പറഞ്ഞൊന്നും പുറത്താക്കും അല്ലേ? കാര്യത്തില് ഇതിൽ കൂടെ വരുമോ? വണ്ടി ഞാൻ നമ്പർ മിസ് കോൾ എടുക്കും. വീൽ ചെയറുമാണ്. അപ്പൊ രോഗിയായില്ലടാ വല്യമ്മ. വല്യമ്മ വീൽ ചെയറും ആണ് നിങ്ങൾക്ക്. ഓനും ഓളൊക്കെ വീൽ ചെയറൊക്കെ ഇട്ട ആഡംബരായില്ലേ? അതാണ് അപ്പൊ നമ്മളെ ഒക്കെ നമുക്ക് കാണിക്കാം. അപ്പൊ ഇതാണ് നമ്മളെ റെസ്റ്റോറന്റ് വരുന്നത് കേട്ടോ ഗൈസ്. അപ്പൊ ഇവിടെ നമുക്ക് കല്യാണം സൽക്കാരം അതൊക്കെ കണ്ടില്ലേ? ഇതാ ഒരു 10-200 ആൾക്ക് ഒരു ടൈമിൽ തന്നെ നമുക്ക് ഫുഡ് വിളമ്പാനും കൊടുക്കാനുള്ള സംഭവം ഉണ്ട്. പന്തലും ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം ഒരു ലക്ഷറി പ്രീമിയം ഓഡിറ്റോറിയം പോലെ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ജിബ്രാൻ എല്ലാവരും കൈയ്യേക്ക് വന്നിരുന്നാണ്. നിങ്ങൾ ഇരുന്നോളി, അവർക്കൊക്കെ ഓലൊക്കെ വന്നോളി. നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന ചെയറിൽ ഇരുന്നോളി, ഓലൊക്കെ അങ്ങനെ വന്നോളൂ. പിന്നെ ബിരിയാണി എന്താണെന്ന് രസമല്ലാന്നുണ്ടെങ്കിൽ പറയും, ഏത് ഹോട്ടലാണെങ്കിലും അത് ഞങ്ങൾ പറയും കേട്ടോ. അല്ല, ഓനോട് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ ഇന്ന് രാവിലെ. അപ്പൊ ഗൈസ്, നമുക്ക് നല്ല സ്വർണ്ണത്തളികയിൽ ഫുഡ് റെഡി ആയിട്ടുണ്ട് എന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത്. നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ? പൊറോട്ട അടിച്ച് നല്ല കട്ട് ചെയ്ത് വെച്ച പൊറോട്ട ഉണ്ട്, പിന്നെ ചപ്പാത്തി അവൈലബിൾ ആണ്, പിന്നെ നല്ല നെയ്ച്ചോറ് കേട്ടോ. പിന്നെ ഇത് കുറുമ അല്ലേ, ചിക്കൻ കുറുമ റെഡിയാണ്. ഇതൊക്കെ ആയല്ലേ. ബീഫ് ചില്ലി, അതായത് നമ്മുടെ മലപ്പുറത്തിന്റെ സ്പെഷ്യൽ ബീഫ് ചില്ലി അവൈലബിൾ ആണ്. പിന്നെ നമ്മളെ സലാഡ്, അച്ചാറ് ഒക്കെ റെഡിയാണ്. അതായത് ഭക്ഷണം നമ്മളുണ്ടല്ലോ ഫാമിലി ആയിട്ട് വന്ന് കഴിക്കാനും ഇരിക്കാനും നടക്കാനും കിടക്കാനുള്ള സൗകര്യം നമ്മളെ കസവ പാരഡൈസിൽ ലഭ്യമാണ്. വലിയ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നെയ്ച്ചോറുണ്ട്, ചപ്പാത്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞാൽ? നെയ്ച്ചോറ് എങ്ങനെ
ആക്കണ ചപ്പാത്തി പറ്റൂലേ പൊറോട്ട പറ്റൂലേ ഇജേ ഒരാളെ കാറ്ററിങ്ങിന് നിന്നോളെ വിളമ്പാന് കുട്ടികളെ കൂടെ അങ്ങനെ പോയിക്കോളും ഒന്ന് ഇപ്പം നിന്നോളൂ ഇതാക്കണെന്നാ പ്ലേറ്റ് എടുത്തോളി കുട്ടികളൊക്കെ പ്ലേറ്റ് എടുത്തോളി പൊറോട്ട ഉണ്ട് ചപ്പാത്തി ഉണ്ട് നെയ്ച്ചോറുണ്ട് ഏതാ വേണ്ടിച്ചാൽ ആവശ്യത്തിന് പിന്നെ വേണമെങ്കിൽ നമുക്ക് എടുക്കുക അപ്പൊ ആവശ്യത്തിന് മാത്രം എടാ കുട്ടികൾക്ക് കണ്ടിറങ്ങാണ്ട് കൊടുക്കട്ടോ വരിക്ക് നിക്ക് പ്ലേറ്റ് എടുത്താണ്ട് വരിക്ക് നിക്ക് ഇവിടെ പ്ലേറ്റ് വേണം ചാടിച്ചെടുത്ത് കേട്ടോ എടാ കുട്ടികൾക്ക് പ്ലേറ്റ് എടുത്ത് കൊടുക്ക അങ്ങനെ പ്ലേറ്റ് എടുത്ത് വരിക്ക് നിക്ക് ബൊഫേണ് അബ്രോ വരിയിൽ നിക്ക് വരിയിലേക്ക് എല്ലാവർക്കും തരും അവിടെ പോയിട്ട് നിക്ക് പ്ലേറ്റ് എടുക്കും പ്ലേറ്റ് എടുത്ത് കൊടുക്ക ഓനൊരു പ്ലേറ്റ് കൊടുത്താൽ മതി അത് കുഴപ്പമില്ല ഓക്കെ ഏറ്റവും ചാടിച്ചെടുത്തിട്ടോ ജിബ്രാന് ചോരല്ലേ വേണ്ട ചോരല്ലേ പൊറോട്ട ആണോ ചപ്പാത്തി വേണോ ചോറ് വേണോ ചോര് വല്യമാട് ഇരുന്നോളി വല്യമാക്ക് അങ്ങോട്ട് കൊണ്ടുവന്നോളി ഇനി തരൂട്ടോ ഇതായിട്ട് തന്നോട്ടോ എടാ വിളമ്പി കൊടുക്കടാ എന്താ കുറവ് വിളിച്ചാ പറഞ്ഞോളിട്ടോ കുറുമ ബീഫ് ചില്ലി ഉണ്ടേക്കോ ബീഫ് ചില്ലി അല്ലിമ്മ ബീഫൊന്നുമില്ലേ ബീഫൊന്നുമില്ല നീ കഴിഞ്ഞിട്ട് കണ്ടനെ പോരിട്ടോ തൈര് അച്ചാറ് നാരങ്ങ അച്ചാറ് അനക്ക് അന്റെ പ്ലേറ്റ് എവിടെ കിട്ടിയിട്ടില്ല എനിക്ക് ചോരല്ലോ വേണ്ടേ കുറച്ച് ചോർത്താൻ കുറച്ച് കിട്ടും ചാടിച്ചെടുത്തിട്ടോ തൈര് വേണ്ട എനിക്ക് ഈ കുറച്ച് അച്ചാർ തൈര് അച്ചാറും വേണ്ട എന്നാ പോട്ടെ ചാടിച്ചാതെ പോണട്ടോ ഓളെ പേരുന്നോണ്ട് നിന്ന മാതിരി അപ്പോൾ ഇനിയും തരും ഇനി ആർത്തിയെ ഞാൻ ആരപ്പ നിൽക്കുക പറയാൻ പറ്റൂല കേട്ടോ മര എന്താ കുറവ് വിളിച്ച പറഞ്ഞോ ടിഷ ബേബി ഫുഡ് കഴിച്ചു കഴിഞ്ഞാലേ വേണ്ട ഒരു പെടുക്കന്നെ വന്നാ മതി കേട്ടോ ഓല ഹോട്ടലിൽ നിന്നുള്ള ഫുഡാണത് രസമില്ലെങ്കിൽ പറയണ്ടോ മൈക്കില് എന്താണ് അഭിപ്രായം എന്നില്ല ആദ്യം സൂചന ആയിരുന്നല്ലേ ബാ ഇതിൽ കൂടെ വാ ബീഫ് തിന്നൂല വല്യമ്മ വേണ്ട തിന്നോളി ഇതിനെ കുറവായിട്ടേ വേണ്ടായിട്ടാണ് ഉമ്മ ചപ്പാത്തിയാ ചോറ് വേണ്ട
പിന്നെ വേണമെങ്കിൽ അതിനത് കഴിയോ 2 പൊറോട്ട ചപ്പാത്തിന് ഒന്നുമ്പോത്തിന് വെള്ളാറ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇറച്ചി പൂളി ഉണ്ട് കേട്ടോ. ഉമ്മാന്റെ പിരാന്താണത്. ഉമ്മാനോട് ഞാൻ പറഞ്ഞിരിക്കണ അങ്ങനെ ഇറച്ചി പൂളി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലേ. ഞാൻ പറഞ്ഞ ഇവിടെ കൊല നല്ലതുണ്ടെന്ന് കരുതിയിട്ടില്ലല്ലോ. വിനായക്ക് എന്താ കുറവ് വിളിച്ച പറഞ്ഞോ ഉമ്മമാനോട്. ആകാക്കല്ലേ രാവിലെ ചായയും കണ്ടിട്ടോ, അല്ലെങ്കിൽ കച്ചിമ്പുളി രാവിലെ തിന്നാ. രാവിലെ തിന്ന ഇത് അങ്ങോട്ട് അടുപ്പിച്ചിട്ടടാ. ഇന്ന് ഇരിക്കിരുന്നാണ് ഉള്ളിൽ കയറിക്ക. അവന് കടിച്ചാൻ കൈ ഉണ്ടാവില്ല അല്ലേ. എന്താ കുറവ് വിളിച്ച പറഞ്ഞോളിട്ടോ പറയാമ്മനോട്. ഓൾക്ക് തിന്നാൻ കുറവാണ്. കാശിനാസിപ്പി എന്താ അവസ്ഥ? ഒറ്റക്കാണല്ലോ. ബേബിനെ ഞാൻ പിടിച്ച ഗൈസ് കുഞ്ഞോളതിൻ്റെ ഇടയില് നാളെ തന്നെ പ്രസവം നിർത്താൻ കൊണ്ടുപോകണോട്ടെ ഞാൻ. അപ്പൊ എന്ത് ചോദിച്ചു? കുട്ടി നോക്കാനാളില്ല. അറിയില്ല. കാര്യസ്ഥനില് തുണി കൊടുത്ത മാതിരി എല്ലാ കുട്ടീനെ അങ്ങനെ തന്നെ ആൾക്കാരുടെ ഇടയിലേ. റിയ എന്താ കുറവ് വിളിച്ച പറഞ്ഞട്ടാ. അവിടെ മാമേക്കണ് 3 പൊറോട്ടി 7 ചപ്പാത്തിയും കഴിക്കുന്നു. റിസോർട്ട് മുതലാക്കുന്ന ആളാണ് മാമയൊക്കെ. പക്ഷെ 2 ലൈറ്റും കത്തണില്ലേ? കുറച്ച് അറിയുന്നുണ്ടോ? ഇതാണ്ട് നമ്മളെ സ്വർണ്ണത്തളികയിലാണ് ഇവിടെ പുൽക്കുയ്യല്. നമ്മളെ കസബ പാരഡൈസിന്റെ മെച്ചം. ഗൈസ് അടുത്തതായി വേദിയിൽ പൊട്ടൻ കളിയാണ്. റാഷിദാണ് റാഷിദ. കുഞ്ഞിന്റെ കാലുമല കിട്ടൂല. പോയി വായിക്കോ. അതാ പോയി വായിക്കോ. വാങ്ങാം വാങ്ങാം. എങ്ങനെ നാളെ സോന പോണപ്പോഴും ഇവിടെ ആവുമ്പോ ഫിദ പറഞ്ഞാ മതി. അപ്പൊ തന്നെ പൊട്ടത്തിയായി. ഓലെ കാൽമ തട്ടിയിട്ട് ഓല് വേറെ ആർക്കെങ്കിലും ഇട്ട് കൊടുക്കണം. അപ്പളേ ഓല് പൊട്ടന്ന് റിക്കവർ ആവുള്ളൂ. പിന്നെ കാലുമ്പോ തട്ടിച്ചാക്ക് നിങ്ങൾ എടുത്തിക്കോ. നിങ്ങൾ എടുക്കാനാണ് കുഞ്ഞോളെ കഴിയാനോ? അതല്ല ഇത് ഇതില്ലട്ടോ കളി. എങ്ങനെയാണ് പൊട്ടത് ആകണമെന്നുള്ളൊരു ഐഡിയ അവിടെ കൂടി സോനുവിന്റെ നട കീറിക്കട്ടോ ട്രൗസറിന്റെ. എന്നിട്ട് അതിന്റെ മേലെ കൂടെ മുണ്ടെടുത്തേക്ക. ഞങ്ങളെ പേപ്പിച്ചാണ് മറന്നു. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ന് വന്ന സംഭവം, അതായത് നമ്മുടെ മാക്സിപ്പങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നതിലേക്ക് ചടങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. വേദിയിൽ നമ്മുടെ നിഷാനുണ്ട്. എന്താ അവരുടെ ആദ്യത്തെ ആനിവേഴ്സറിയിൽ ഉണ്ടായ കുട്ടി. രണ്ടാമത്തെ ഇത് എത്രാമത്തെ ആനിവേഴ്സറിയാണ്? 5ാമത്തെ ആനിവേഴ്സറി ഉണ്ടായ കുട്ടി. ഇതിപ്പോ എത്രാമത്തെ ആനിവേഴ്സറി നിങ്ങൾ ആഘോഷിക്കുന്നത്? 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ഞാൻ അവളോട് 2 വർഷമായിട്ടുള്ള ചോദിക്കായിരുന്നു. മുത്തുന്റെ അതായത് കാലം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല അജി. പിന്നെ കുഞ്ഞുണ്ണി
എന്താ ഒരു കാര്യം പറഞ്ഞിനി എന്താ വെച്ചാല് എന്താണ് പറഞ്ഞത്, അതായത് മുത്തുവിനോട് ചോദിച്ചാൽ മുത്തന്നെ ശരിക്കും പറയും. അതായത് എൻ്റെ ഒപ്പം കഴിഞ്ഞ ഓളപ്പം ജീവിക്കണത് 10 വർഷമായിട്ടാണെങ്കിലും ഇതൊരിക്കലും മോശം പറയില്ല. അതായത് കിട്ടിയത് ലാഭമാണ്. അതേ ഇത് ലക്ഷത്തിൽ ഒന്നേ മൈക്ക് വെച്ചാണ്ട് പറയും. ലക്ഷത്തിൽ ഒന്ന് മാത്രം അപൂർവമായിട്ടുണ്ടാണ്. ഇങ്ങനത്തെ ഒരു നായനെ കണ്ടിട്ടില്ല. അതൊക്കെ അറിയില്ല. അതല്ല ഇത് ചോദിക്കട്ടെ, സത്യത്തില് ഹാപ്പിയാണോ? ഹാപ്പി ആണെങ്കിൽ മാത്രം ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഞങ്ങളിവിടെ ആങ്ങളാരൊക്കെ പാടെ പൂസും കരുതിയിട്ടൊന്നും അറിയാൻ നിൽക്കണ്ട. എന്താണ് അടിക്ക മൈക്കടിക്ക എന്താ ചേർന്നേ? ഇപ്പൊ ഹാപ്പി എന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടില്ലെങ്കിലേ ജീവിതകാലം മുഴുവൻ ഹാപ്പി ഇല്ലാതെ ജീവിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് ഓനെ ഹാപ്പി എന്ന് പറയും. അപ്പൊ കണ്ണൂരിട്ടി ഭീഷണിക്ക് മുന്നിലാണ് ജെ പതറിയതില്ലേ മുത്തോ? അളിയ മുത്തോ ഭീഷണിക്ക് മുന്നിൽ പതറി. എന്താ പറയാ, കത്തി ചൂണ്ടിയാണ്ടേ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കത്തി കയ്യിൽ കിട്ടിയപ്പോളേ അവിടെ വെച്ചോ. അങ്ങനെ വർത്താനം പറയണവർക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ അത് സൈഡിന്റെ ഉള്ളിൽ പോവുകയും ചെയ്ത്. അപ്പൊ അൽഹംദുലില്ലാ റാത്താണ് സെറ്റാണ്. ഈ ഒരു വൈബ് തന്നെ പോരെ. അടുത്ത കുട്ടി എന്താ ഇൻഷാ അല്ലാഹ് പെടുത്തുണ്ടാവോ? ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ, നമുക്കറിയാലോ, അത് തീർപ്പാക്കാണ്ട്. ഇവളൊക്കെ അല്ലേ ചീച്ചിലല്ലേ. എന്തായാലും ഇനി നമ്മളിപ്പോ ചടങ്ങിലേക്ക് കിടക്കല്ലേ. എന്റെ മാഗ്നറ്റായി, ഇതിന്റെ മാഗ്നറ്റ് എന്റെ പാന്റിന്റെ ഉള്ളിലാട്ടോ, അത് മറക്കാതിരുന്നാ മതി. എന്താണ് ഉമ്മാക്ക് ഈ ഒരു അവസരത്തിൽ പറയാ? ചില നേരത്തെ ഓന് ഹാപ്പിയാണ്, ചില നേരത്തെ ഹാപ്പി അല്ല. എന്താ അതങ്ങനെയാണ്, ഇച്ചറിയാലോ. ഇപ്പാന്റെ അവസ്ഥ തന്നെ ഈ കാരം അല്ലേ? അങ്ങനെ തന്നെ ചെലപ്പോ ഹാപ്പിയാണ്, അല്ലെങ്കിൽ പിന്നെ ബാപ്പയാണ്, അല്ലെ ബാപ്പയാണ് അല്ലേ? അല്ല വല്യമാക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ വല്യമാക്ക് എതിരഭിപ്രായം ഉണ്ടോണ്ട്? മരോനെ കുറിച്ച് 2 വാക്ക് പറയും. മരുവന് കുഴപ്പമില്ല, മാക്ക കുഴപ്പം. മരുവന് കുഴപ്പമില്ല, മകക്കാണ് കുഴപ്പം. അതിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഇത് അതിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഏതായാലും ഇബലെ നിക്കാഹ് കഴിഞ്ഞന്നല്ലേ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളെപ്പ കാറിലെ പോക്കൊന്നും ഞങ്ങക്ക് ഇഷ്ടല്ല. അതല്ല ഇന്ന് പോരാന്ന് വരുമ്പോ നാളെ വരുമ്പോ ഇന്ന് പോരാ നാളെ വരുമ്പോ നാളെ ഞാൻ വേണ്ടിട്ട് മനസ്സിലായി. അപ്പൊ പിന്നെയും പോകും, ഞാൻ നാളെ അങ്ങനെ ഒന്നും പോവുക കഴിഞ്ഞിട്ട് അതിനൊക്കെ ഓനെ പറ്റുള്ളൂ. എന്ത് കൊണ്ടുവരാൻ വരുമ്പോഴേ അന്നും ഓള് പോകൂല, പിറ്റേന്ന് പോരാറ്. അപ്പൊ പിറ്റേന്ന് മുത്ത് വരും. മുത്തിങ്ങനെ വരുന്ന കൊണ്ടുപോകാന് ഉമ്മ നെയ്ച്ചോറും കോഴി ഉണ്ടാക്കിയത് കൊയങ്ങും ലാസ്റ്റ് ഉണക്കമീനായി. അന്നൊക്കെ ഉണക്കമീനല്ലേ? അന്നൊക്കെ നമ്മള് നിക്കാ കഴിഞ്ഞ് വരിക തന്നെ മൊത്തത്തിലോ മരുവന് ഇപ്പൊ ഇവിടുന്ന് പോകണില്ല, ആഴ്ചയിൽ ഒരു ദിവസം വരുന്നുണ്ടാവുള്ളൂ. ഇപ്പൊ വൈബൊക്കെ മാറിയില്ലേ, ആലോചിച്ച് നോക്കിയാ. ഇപ്പൊ പോലല്ലോ പള്ളിയന്മാര് ഇവിടെ അമ്മായിനോടൊക്കെ ചോദിച്ചോക്കിയാ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. പുതിയ മരം വന്നിന്റെ കടൽക്കാക്കന്റെ പുതിയാപ്പിളൊന്നും പേരൊന്നും പോക്കില്ല. മൈക്കൊന്നടിക്ക എന്താ പറഞ്ഞേ? ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ കൂടിയിട്ടില്ല, കാരണം ഒരു പുറത്തുനിന്നാണ് കഴിക്കുന്നത്. വീട്ടിൽ കയറില്ലല്ലോ, ഫുൾ ടൈം പുറത്തല്ലേ, ഉണ്ടാക്കി കൊടുക്കാനേ ടൈമില്ല. പിന്നെ നമ്മളെ മുത്തുമരുവാനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം കേട്ടോ. നമ്മളെ കുടുംബത്തിനോട് യോജിച്ചൊരു മരുവാനാണ് മുത്തു. അപ്പൊ എന്താ ജാസ്രാളിയനെ ഇതിന് യോജിച്ചല്ല? ജാസ്രാളിയന് നാട്ടിൽ നിൽക്കാൻ നേരം ലേറ്റാണ്. നമ്മളെ ഇതിക്ക് സത്യത്തിൽ യാത്ര നമ്മളെ കുടുംബത്തിന് യോജിക്കൂല. അല്ല അതല്ല, സത്യത്തില് ജാസർ നമ്മളെ കുടുംബത്തിന് ചേരൂല. അതെന്താ വെച്ചാല് ജാസർ കുറച്ച് ഡീസന്റ് ആണ്. നമ്മളെ ഈ സ്വഭാവം ജാസർ ഡീസന്റും ആണ്, സൈലന്റും ആണ്, പാവമാണ്. നമ്മൾക്ക് ദഹിച്ചൂല. അപ്പൊ അതിന്റെ അർത്ഥം മുത്തോലയും കച്ചറി ഡീസന്റ് ആണ്. ഇതെങ്ങനെയാലും ലോക്കാവും. അപ്പൊ കഴിച്ച് നമ്മള് ചടങ്ങിലേക്ക് കിടക്കലിയാ. കാരണം നൈഷ വൈകുന്നേരം ആയപ്പോ തുടങ്ങി കേക്ക് മുറിച്ചല്ലേ, കത്തി തൊള്ളയിലിടല്ലേ, കൊറേ അയക്കണമെന്നല്ലോ വിളിച്ചേ.
Happy birthday to you. Happy birthday. Happy birthday to you. അങ്ങനല്ല പീസ് കട്ട് ചെയ്ത് കുട്ടിയാക്കടെ കൊടുത്താൽ ആദ്യം കുട്ടിയാക്ക് കൊടുത്തോ വലിയൊരു ഇല്ലേലും പ്രശ്നമല്ല ജയ് നടത്താൻ എല്ലാവർക്കും ഇങ്ങനെ ആഘോഷങ്ങളാക്കിയത് ഇത് നെക്കില്ലേ എന്താ പറഞ്ഞേ ഇറച്ചിയും പോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞാലും ഇങ്ങോട് പറയാതെ നിങ്ങൾ ഓരോന്ന് കാട്ടിക്കൂട്ടരുത് കിട്ടിയില്ലേ ചീത്ത കിട്ടിയില്ലേ പള്ളർച്ചി നെയ്ച്ചോറും ചപ്പാത്തി നിന്നിക്കണ വല്യമ്മ ഇനിയിപ്പൊ നിങ്ങളെ ഇറച്ചിയും മുളകും കുറ്റം തന്നെ കാരം ഇനി നാളെ രാവിലെ പുകയത്തായിന് ആദ്യേ ആ നൈഷൂനും കുട്ടിയാക്കൊക്കെ കൊടുത്താണ് എടാ അപ്പൊ അന്തിന് ഇങ്ങട്ട് ഓരോ പീസ് ഓരോരുത്തരും വാങ്ങിങ്ങാണ്ട് പോയിരുന്നാണ് നൈഷു തിന്നോ അനക്കാണ് രണ്ട് കാര്യം പിടിക്കായ കൊണ്ട് പോകും മാങ്ങാത്തോല് മാങ്ങ കട പോയി അത്രയൊന്നും ഉണ്ടാവില്ല വല്യമ്മാന്റെ ഒരു അഭിപ്രായം ഉണ്ട് അത്രയൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് വല്യമ്മക്ക് അതായത് വല്യമ്മ പറയണ അതിലൊക്കെ ആൾക്കാരില്ല എന്നാണ് ചോദിക്കുന്നത് അല്ലേ വല്യമ്മ അതിനാ വലിയവർക്കൊന്നും ഇല്ല അല്ലെങ്കിലും മധുരാണതേ നിങ്ങളെ മധുരാണതേ വല്യമ്മാനോട് അപ്പൊ വല്യമ്മ അതിനെ കേക്ക് പിന്നെ അവിടെ കയ്പിലെ കേക്ക് വേറെ അവിടെ ഉണ്ടാവില്ല ഇപ്പാക്കും വല്യമ്മാക്കും വേണം കേക്ക് അവസാനം മാണ്ടിയോലേ കച്ചറ ഉണ്ടാക്കി വാങ്ങേണ്ട അവസ്ഥയ്ക്കാണ് കേക്ക് സോനനൊക്കെ എല്ലിക്ക് ഏറ്റവും വലുത് എനിക്ക് വേണ്ട ചെന്നോ ആർക്കും രണ്ടെണ്ണല്ല ഇബ്രാഹിം വളർച്ച നെയ്ച്ചോറും ബീഫും നിന്നില്ലേ ബീഫ് ചില്ലി ഇട്ടില്ല എനിക്ക് മതിട്ടോ തിന്നത് സമാധാനായില്ലേ ചെറിയൊരു ഞാനാ വെല്ലിമ്മ കുഞ്ഞോളെ